രാജ്യം പൊതുതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന സമയത്ത് കഴിഞ്ഞ 5 വർഷം ആദിവാസി ദലിത് മുസ്ലിം ജീവിതങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കുകയാണ് തേജസ് ന്യൂസ്. ഹിന്ദുത്വ ഫാസിസ്റ്റുകളുടെ അതിക്രമകാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന 5 വർഷമാണ് കഴിഞ്ഞുപോയതെന്ന് നിസ്സംശയം പറയാം. ഇതിനെ സാധൂകരിക്കുന്നതാണ് ഈയിടെ ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യ എന്ന മനുഷ്യാവകാശ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട്. മോദിക്കാലത്ത് നടന്ന ദലിത് മുസ്ലിം വേട്ടയുടെ ഞെട്ടിക്കുന്ന കണക്കാണ് സംഘടന പുറത്തുവിട്ടത്. ഇത് ചർച്ച ചെയ്യപ്പെടാത്ത തിരഞ്ഞെടുപ്പ് വംശീയമായ മാറ്റിനിർത്തലുകളെ കൂടുതൽ ശക്തമാക്കുമെന്നത് ചരിത്ര സത്യം. 2015 സെപ്റ്റംബർ മുതൽ രാജ്യത്തുണ്ടായ ജാതീയവും വംശീയവുമായ ആക്രമണങ്ങളിൽ 70% ദലിതുകൾക്ക് നേരെയായിരുന്നുവെന്ന് ആംനസ്റ്റി പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ബലാത്സംഗം, കൊലപാതകം തുടങ്ങി 721 വംശീയ ആക്രമണങ്ങളാണ് ഇക്കാലയളവിൽ രാജ്യത്തുണ്ടായത്. ഇതിൽ 498 എണ്ണം ദലിതുകൾക്ക് നേരെയും 156 എണ്ണം മുസ്ലിങ്ങൾക്കെതിരെയുമായിരുന്നു. 103 ആക്രമണങ്ങളും പശുവിന്റെ പേരിൽ ഹിന്ദുത്വർ നടത്തിയതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ മേൽക്കോയ്മ മാധ്യമങ്ങൾ ഹിന്ദുത്വരെ വിശേഷിപ്പിച്ചത് വെറും ആൾക്കൂട്ടം എന്നാണ്. 2018 മാത്രം 218 വംശീയ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ 142 എണ്ണവും ദലിതുകൾക്ക് നേരെയും 50 എണ്ണം മുസ്ലിങ്ങൾക്ക് നേരെയുമായിരുന്നു. ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായത്, 57 എണ്ണം. ഉത്തർപ്രദേശിലെ ദാദ്രയിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന വൃദ്ധനെ ഹിന്ദുത്വർ അടിച്ചു കൊന്ന സംഭവം പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് റിപ്പോർട്ടിൽ. ഗുജറാത്ത് 22, രാജസ്ഥാൻ 18, തമിഴ്നാട് 16, ബീഹാർ 14 എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ ആക്രമണങ്ങളുടെ കണക്കുകൾ. കഴിഞ്ഞ വർഷം 87 പേരെയാണ് ഹിന്ദുത്വർ കൊന്നത്. 40 ബലാത്സംഗ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 33 എണ്ണത്തിലും ദലിത് യുവതികളായിരുന്നു ഇരകൾ. പോലീസിൽ റിപ്പോർട്ട് ചെയ്തതും പുറത്തറിഞ്ഞതുമായ കേസുകളുടെ കണക്കുകൾ മാത്രമാണിത്. കേസ് രജിസ്റ്റർ ചെയ്യാത്ത നിരവധി സംഭവങ്ങൾ വേറെ. ഇത്രയേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും മിക്കതിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുകയായിരുന്നു. ഗോഹത്യ ആരോപിച്ച് ബുലന്ദ്ഷഹറിൽ സംഘപരിവാരം നടത്തിയ ആസൂത്രിത കലാപത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ ബജ്റംഗ് ദൾ നേതാവിനെ രക്ഷിച്ചെടുത്ത പോലീസ് നടപടി ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. പുൽവാമ ആക്രമണത്തിന്റെ മറവിൽ ഭരണവിരുദ്ധ വികാരങ്ങളെ കുഴിച്ചുമൂടാനാണ് മോദിയും പരിവാരവും ശ്രമിക്കുന്നത്. നോട്ട് നിരോധനവും ഇന്ധന വിലവർധനയും മാത്രമല്ല, ഹിന്ദുത്വർ താണ്ഡവമാടിയ പശുഭീകരതയുടെ നാളുകളും തിരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയാവേണ്ടതുണ്ട്. അഭിമാനവും ജീവനും നഷ്ടപ്പെട്ട ദലിതനും മുസ്ലിങ്ങളും പോളിംഗ് ബൂത്തിലെത്തുന്നത് ഇതുകൂടി ഓർത്തുകൊണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാക്ഷിക്കാം.